ഫരീദാബാദിലെ വിശ്വാസികളുടെ പ്രതിഷേധ ദൃശ്യങ്ങൾ. ഇത് ആത്മീയമായ പ്രക്ഷോഭം തന്നെയാണ്. ഈ പ്രക്ഷോഭം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്കെതിരായിട്ടുള്ള ഒന്നുമല്ല. ഞങ്ങളുടെ പ്രധാനപ്പെട്ടമായ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിരുന്നു. പൂർണ്ണമായ കുർബാന എന്ന് നമ്മുടെ അതിരൂപത അധ്യക്ഷൻ നമ്മൾ പറയുമ്പോൾ അത് അപൂർണമാണെന്നുള്ള ഇന്നത് വ്യക്തമായി ഇവിടെ പല ആൾക്കാർ പറഞ്ഞു. അതായത് അദ്ദേഹം മറ്റു രൂപതകൾ പോകുമ്പോൾ ഈ ആചാരങ്ങൾ ചെയ്യുമ്പോൾ ഈ ഫരീദാബാദ് രൂപതയിൽ അത് നടക്കാതിരിക്കുമ്പോൾ അത് എന്തുകൊണ്ട് പൂർണ്ണമാകും എന്നുള്ള ചോദ്യം വളരെ വ്യക്തമായിട്ട് ചോദിക്കുകയാണ്. മറ്റു രൂപതകൾ അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഈ രൂപതകൾ ചെയ്യാതിരിക്കുമ്പോൾ ഈ ഫരീദാബാദ് അതിരൂപതയിലുള്ള കുർബാന എങ്ങനെ പൂർണ്ണമാകും എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത്. അതുകൂടാതെ തക്സയിലെ കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. തക്സ പരിശുദ്ധ പിതാവ് അംഗീകരിച്ചതാണ്, സീറോ മലബാർ സഭയുടെ ചിലർ അംഗീകരിച്ചതാണ്. പരിശുദ്ധ കുർബാനയുടെ ആദ്യത്തെ പേജിൽ മനോഹരമായി ആലേഖനം ചെയ്തിരിക്കുന്ന മാർസ്ലീബ കുരിശ്. ആ മാർസ്ലീബ കുരിശിനോട് ഉൾപ്പെടെയാണ് പരിശുദ്ധ പിതാവും സീറോ മലബാർ സഭയുടെ സീനഡും അതിനെ അംഗീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ പേജിനെ വലിച്ചു കയറിക്കൊണ്ട് എനിക്കിഷ്ടപ്രകാരം അതിനെ ഡിസാക്രമെന്റ് ചെയ്യാനുള്ളതാണോ അദ്ദേഹത്തിന്റെ ഉദ്ദേശം? അതിലെന്തെങ്കിലും അർത്ഥമുണ്ടോ? അതായത് ഒരു പുസ്തകത്തിന്റെ ആദ്യ ഭാഗങ്ങൾ ചേർന്നിരിക്കുന്ന മനോഹരമായിരിക്കുന്ന അന്തരാർത്ഥങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന മനോഹരമായ ആ ശ്രീബാ കുരിശിനെ ഞാൻ അംഗീകരിക്കത്തില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം ഏത് തക്സയാണ് അംഗീകരിക്കുന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. അത് ലഭ്യമാകുന്നവരെ ഞങ്ങളുടെ ഈ പ്രാർത്ഥനയെ നിങ്ങൾ പുറകെ കയറണം, നടക്കണം. ഫരീദാബാദിലെ ഈ ദൃശ്യങ്ങൾ 50 ദിവസങ്ങൾക്ക് മുമ്പേ എറണാകുളം രൂപതയിലെ സെന്റ് മേരീസ് ബസലിക്കയിൽ കേരളം കണ്ടു തുടങ്ങിയതാണ്. വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി ഇവിടെ നിന്നുമാണ് വിശ്വാസികൾ തങ്ങളുടെ വിശ്വാസ സമരത്തിന് മഹത്തായ തുടക്കം കുറിച്ചത്. ഇതിൻ്റെ അലയൊലികൾ ഫരീദാബാദിലും എത്തിയെങ്കിൽ അതിൻ്റെ ഒറ്റ കാരണം മാർ പാംപ്ലേൻ എന്ന ബിഷപ്പ് അദ്ദേഹത്തിൻ്റെ ഏകീകൃത കുർബാനയ്ക്കെതിരായ നിലപാടുകളും പിന്നെ അദ്ദേഹം പറഞ്ഞനുസരിക്കാൻ തലകുമ്പിട്ട് നിൽക്കുന്ന ചില മെത്രാന്മാരും തന്നെയാണ്. അവർ ഡൽഹിയിലും ഉണ്ടെന്നതിൽ വളരെ ദുഃഖമുണ്ട്. പാവപ്പെട്ട അൽമായരെ ഊറ്റി സഭയ്ക്കും അതീതരായി ഈ മെത്രാന്മാർ അതിരുകൾ താണ്ടി വളരുന്നതാണ് വിശ്വാസികൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ മേക്കൻ എന്ന വണ്ണം പൗരോഹിത്യ ഫാക്ടറികൾ തുറന്നു വെച്ചപ്പോൾ അവിടെ ഉപയോഗിച്ച അസംസ്കൃത വസ്തുക്കളെല്ലാം വിഭാഗീയത നിറഞ്ഞ വിമത ആശയങ്ങളായിരുന്നു. ഇറങ്ങിയ ഉൽപ്പന്നങ്ങൾ മൊത്തം വിമത വൈദികരും. സഭ അധികൃതർക്ക് വേണ്ടത് സ്ഥാപനങ്ങളും സമ്പത്ത് നടത്താനുള്ള മാനേജർമാരെയും പിന്നെ കുറേ അടിമ വിശ്വാസ ജനത്തിനെയുമാണ്. ഈ വിശ്വാസ ജനത്തെ നയിക്കാൻ അവർക്ക് കുറച്ച് അധിപന്മാരെയും വേണം. അതാണ് വിമത മെത്രാന്മാർ, വിമത വൈദികർ. ഇതിൻ്റെ എല്ലാം പരിണിത ഫലമായി വിശ്വാസികൾ ഊർദ്ധശ്വാസം വലിക്കുന്ന അവസ്ഥയിലാണ്. വിശ്വാസം ക്ഷയിച്ചു. മേൽപ്പട്ടക്കാർ വഞ്ചകരായി. അവർക്കൊരു ധാർമ്മികതയുമില്ല എന്ന് പല തവണയെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വാസമോ ആത്മീയതയോ അവർക്ക് തൊട്ട് തീണ്ടില്ല. സമ്പത്താണ് സഭയ്ക്കും അവർക്കും വലുതെന്ന് അവർ തന്നെ തെളിയിച്ചു. പട്ടക്കാർ വൈദിക വൃത്തിയെ ഒരു ജോലിയായി മാത്രം കാണുന്നൊരു ഗതികേടാണ് ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപത ഉദാഹരണമായി എടുത്താൽ മനസ്സിലാക്കുന്നത്. ധാർമ്മികതയും പൗരബോധവും പഠിപ്പിക്കുന്ന അതേ പള്ളിയിൽ കള്ളപ്പണം എങ്ങനെ കൈകാര്യം ചെയ്യും എന്നിവരെ കാണിച്ചു തരുന്നു എന്നാണ് പുറത്തെ ആരോപണം. വിശ്വാസികളുടെ തലമുറകൾ തകർന്നുകൊണ്ടേയിരിക്കുന്നു, എണ്ണം കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. സുഭിക്ഷതയും അഹങ്കാരവും അപ്രമാദിത്വവും സഭയുടെ ആത്മീയത മെത്രാന്മാരുടെ ഇല്ലാതാക്കി എന്നാണ് വസ്തുത. ഒരു 10 വർഷം കൂടി കഴിഞ്ഞാൽ ഇവിടെ പള്ളികളിൽ ഞായറാഴ്ച വന്നിരിക്കാൻ വിശ്വാസികൾ ഉണ്ടാകില്ലെന്നതാണ് ഉറപ്പ്. ഇതേ അവശിഷ്ടങ്ങളിൽ നിന്നും ഉയരണമെന്നാണ് വിശ്വാസികളോട് പറയുന്നത്, സഭയോട് പറയുന്നത്. ശരിയായ ആത്മീയത, പ്രാർത്ഥനയും പരിത്യാഗവും എല്ലാ തലങ്ങളിൽ നിന്നും ഉയരണം. അല്ലെങ്കിൽ സഭ അന്യം നിന്ന് പോകും, ചരിത്രമായി പോകും. ആത്മീയതയുള്ള തയ്യാറകൾ ഉണ്ടാകണം. അഭിഷിക്തരായ പട്ടക്കാർ അവിടെ നിന്നുമാണ് ഉയർന്നവർ. സഭയ്ക്ക് വേണ്ടത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്വത്വമാണെന്ന് സഭ തിരിച്ചറിയണം, വിശ്വാസികൾ തിരിച്ചറിയണം, അവശേഷിക്കുന്ന നല്ല മനസ്സുള്ള മെത്രാന്മാരെങ്കിലും തിരിച്ചറിയണം. വൈദികരുടെ കാര്യം വൈദികർ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങൾ പട്ടക്കാരായി പഠിച്ചിറങ്ങി ഇടവകയുടെ ചുമതലക്കാരായി വന്നത് വിമത സ്വഭാവം കാണിക്കാനല്ല എന്ന് നിങ്ങളെങ്കിലും ഒന്ന് ഓർക്കണം.